Ambridge Education Takeoff 2022. ഉടനീളം 18 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിൽ നിന്ന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വളരെ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളാണ് നിങ്ങൾ. ഏംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചോദിക്കുകയാണ്. മേ ബി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഏംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആയിരുന്നു അവിടെ ബാക്കിയുള്ള ഏജൻസികളെ പിള്ളേരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലീഡർ വേണമായിരുന്നു ഞങ്ങൾക്ക്. ആ ലീഡർ എന്ന് പറഞ്ഞ ബിഷി സാറും മൻസൂർ സാറും മാത്രമായിരുന്നു. ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത് ഈ സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നല്ലൊരു ഡോക്ടർ ആവുക എന്നുള്ളത് പ്രതിജ്ഞാബദ്ധരായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നതും നിങ്ങളെ പാരൻസ് കഷ്ടപ്പെട്ട് നിങ്ങൾ എപ്പോഴും അയക്കുന്നതും നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് ഫോർ എ ബെറ്റർ ലൈഫ്, for a successful life. Am I right? എൻ്റെ മക്കൾക്ക് ഏംബ്രിഡ്ജ് വെച്ച് ബ്രേവറി അവാർഡ് കൊടുത്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും മനസ്സുകൊണ്ട് ബഷീർ സാറിനും മൻസൂർ സാറിനും ജാഫർ സാറിനും ഏംബ്രിഡ്ജ് ടീമിനും കൂടുതൽ മനസ്സിലായിരുന്നു. സത്യമായിരുന്നു. എൻ്റെ കൊളീഗ് പോലെയാണ്. അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ക്വയറീസും നമ്മൾ അപ്പം തന്നെ വിളിച്ച് ക്ലിയർ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. നമ്മളെപ്പോൾ വിളിച്ചാലും ഇവർ ഫോൺ പിക്ക് ചെയ്യാറുണ്ട്. കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, നമ്മളുടെ ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തോന്നി. അത് അപ്പൊ അമ്മേനോട് ചോദിക്കട്ടെ, ആള് പുറത്ത് പഠിക്കാൻ പോവാണ്, ചെറിയൊരു പേടിയോ ഭയോ എന്തെങ്കിലും ഉണ്ടോ, ടെൻഷൻ ഉണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിങ്ങളുടെ കൺസൾട്ടൻസി എല്ലാ ഇതും ഇതാക്കി ഏംബ്രിഡ്ജിന്റെ ധൈര്യത്തില് ഇപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലേ? നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ് ചെയ്യാം. വളരെ എനിക്ക് പറഞ്ഞാൽ വളരെ വേദനയായി നിന്ന ഈ ടി വിയിലൊക്കെ വിസിറ്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഏത് സമയത്ത് വിളിച്ചാലും മൻസൂർ സാറും ബിഷീർ സാറും അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് പറയും, അല്ലെങ്കിൽ ഒരു പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമ്പ്രദായത്തിൽ നമ്മളെ വളരെ 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 കെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ചത്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളതൊന്നും രക്ഷിതാക്കളോടാണ്, നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ കൂടെ പറഞ്ഞേക്കാം. എല്ലാ കാര്യത്തിലും വളരെ താങ്ക്സ്. ഞങ്ങൾ ഈ പിടിച്ച് സ്റ്റാഫിനോടും ഞങ്ങളുടെ സാറുമാരും വളരെ നന്ദി.